യെസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ കുഞ്ഞു സെൻറ്റൻസുകൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഒരാളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അതിന് ആൻസർ ആയിട്ട് അവർ പറയാറുണ്ട് അല്ലേ, മലയാളത്തിൽ. അത് സിമ്പിളായിട്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് സിമ്പിൾ വീഡിയോ ആണ്. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്, യൂസ്ഫുൾ ആയ സെൻറ്റൻസുകളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരാളോട് ഇങ്ങനെ ചോദിക്കാം, നീ പോയില്ലേ എന്നുള്ളത് എപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു സെൻറ്റൻസ് ആണല്ലേ. എങ്ങനെ ചോദിക്കുക? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നീ പോയില്ലേ, ഡിഡിൻ യു ഗോ, ഡിഡിൻ യു ഗോ അല്ലേ, പോയില്ലേ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമുക്കറിയാം, വെർബ് എന്താണെന്ന് നമുക്കറിയാം. ഡിഡ് വരുമ്പോൾ നമ്മൾ വെർബ് V1 ഫോമിലായിരിക്കണം. അപ്പോൾ ഗോൻ്റെ V1 വെർബ് തന്നെയാണ്. ഓക്കെ, അപ്പം ഡിഡിൻ ഗോ. ഡിഡിൻ എന്നെങ്ങനെ വന്നത്? ഡിഡ് നോട്ട് ആണ് അല്ലേ, അതിന് ഷോർട്ട് ആക്കുമ്പോൾ ഡിഡിൻ എന്ന് വന്നു. സോ ഡിഡിൻ യു ഗോ, നീ പോയില്ലേ. അതിന് ആൻസർ ആയിട്ട് പറയാണ്, ഞാൻ പോയില്ല, ഞാൻ പോയില്ല എന്നെങ്ങനെ പറയാ? നേരത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് അതിന്റെ ആൻസർ ആണ്, ഞാൻ പോയില്ല. അപ്പൊ എങ്ങനെ പറയാ? ഇവിടെ സബ്ജക്റ്റ് ഞാനാണ്, സോ ഐ അല്ലേ. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യണം. നമ്മൾ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തു, അതുപോലെ തന്നെ ഈ ആൻസറിലും ആഡ് ചെയ്യണം. അപ്പം ഐ ഡിഡിൻ ഗോ, ഐ ഡിഡിൻ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയില്ല. ക്ലിയർ ആയോ? ആരെങ്കിലും നമ്മളോട് നീ പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയില്ല എന്ന് നമുക്ക് ആൻസർ പറയണമെങ്കിൽ ഐ ഡിഡിൻ ഗോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, അവൾ വന്നോ, അവൾ വന്നോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പം നമ്മളെ മക്കൾ ആരെങ്കിലും ആണെങ്കിൽ, ഇപ്പം നമ്മളോട് ഫോൺ ചെയ്തിട്ട് നമ്മളെ ഹസ്ബൻഡ് ആരെങ്കിലും ചോദിക്കാൻ അവൾ വന്നോ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, എങ്ങനെയാ ചോദിക്കുക? അവൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷിയാണ്, അവൾ വന്നോ. ഇവിടെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, സബ്ജക്റ്റ് അവളാണ്. ഷി കം അല്ലേ, അവൾ വന്നോ എന്നാണ്. വരിക എന്നുള്ളതിന് കം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡിഡ് ഷി കം, അവൾ വന്നോ. സിമ്പിൾ അല്ലേ, അവൾ വന്നോ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കുന്നു, അതുപോലെ ആൻസർ ചെയ്യാനും നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡിഡ് ഷി കം, അവൾ വന്നോ. അപ്പോൾ അവൾ വന്ന് കയറിയതേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ പറയാണ് അവൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ, അവൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയണമെങ്കിലോ, അവൾ വന്നു എന്ന് പറയുകയാണെങ്കിൽ ഷി കെയിം എന്ന് പറഞ്ഞാൽ മതി. അവൾ വന്നു, ഷി കെയിം. അവൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ അല്ലേ, ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഷി ജസ്റ്റ് കെയിം, ഷി ജസ്റ്റ് കെയിം, ഷി ജസ്റ്റ് കെയിം. അവൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ. വെറുതെ അവൾ വന്നു എന്ന് പറയുകയാണെങ്കിൽ ആ ജസ്റ്റിന്റെ ആവശ്യം അവിടെ ഇല്ല, ഷി കെയിം എന്ന് പറഞ്ഞാൽ മതി. അവൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഷി ജസ്റ്റ് കെയിം. ഓക്കെ, നെക്സ്റ്റ്, നീ ഇപ്പോൾ പോകുമോ, നീ ഇപ്പോൾ പോകുമോ എന്ന് നമുക്കൊരാളോട് ചോദിക്കണം. നീ ഇപ്പോൾ പോകുമോ, ക്വസ്റ്റ്യൻ ആണ്. വിൽ യു ഗോ നൗ, വിൽ യു ഗോ നൗ. സിമ്പിളാണ്, നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനല്ലേ. ആൻസർ എന്താണെന്ന് നോക്കുക, അതിന് എന്താണ് സബ്ജക്റ്റോ ഓക്സിലറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ക്വസ്റ്റ്യൻ ആയി മാറി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഈ ആൻസറും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ആൻസർ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിപ്പോൾ പോകും, ഞാനിപ്പോൾ പോകും, അതിൻ്റെ ഒരു ആൻസറാണ്. എങ്ങനെ പറയാം? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ തന്നെ ആ ആൻസർ ഇരിപ്പുണ്ട് അല്ലേ, ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. എങ്ങനെ അറിയാം? നീ ഇപ്പോൾ പോകുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ യു ഗോ നൗ എന്നാണ്. അവിടെ നീ എന്നുള്ളത് ഞാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഞാനിപ്പോൾ പോകും എന്നാണ്. അതുകൊണ്ട് ആ യുവിനെ നമ്മൾ ഐ എന്നാക്കി. ഐ വിൽ ഗോ നൗ, ഐ വിൽ ഗോ നൗ, ഞാനിപ്പോൾ പോകും. സിമ്പിളാണല്ലോ. നെക്സ്റ്റ്, നിനക്ക് ഫാത്തിമയെ വിളിക്കാമോ, നിനക്ക് ഫാത്തിമയെ വിളിക്കാൻ കഴിയുമോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെ ചോദിക്കുക? കഴിയുമോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അതായത് വിളിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ അല്ലേ, അപ്പം നമ്മൾ എങ്ങനെ പറയാ? നിനക്ക് കഴിയുമോ എന്നുള്ളത് ചോദിക്കുന്നത്. നിനക്ക് ഫാത്തിമയെ വിളിക്കാമോ, ഇതൊരു റിക്വസ്റ്റ് ആണ്. സോ ക്യാൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നിനക്ക് എന്താണ്? ക്യാൻ യു കോൾ ഫാത്തിമ, ക്യാൻ യു കോൾ ഫാത്തിമ, നിനക്ക് ഫാത്തിമയെ വിളിക്കാമോ. ഓക്കെ, അതിന് ആൻസർ ആയിട്ട് പറയുകയാണ് ഞാൻ ഫാത്തിമയെ വിളിക്കാം, ഞാൻ ഫാത്തിമയെ വിളിക്കാം. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ അവസാനം ഉണ്ട് കേട്ടോ. ഞാൻ ഫാത്തിമയെ വിളിക്കാം എന്നെങ്ങനെ പറയാ? ഇവിടെ എങ്ങനെ പറയേണ്ടത്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ക്യാൻ യു കോൾ ഫാത്തിമ എന്നാണ്. നിനക്ക് ഫാത്തിമയെ വിളിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ
അവർ നമുക്ക് ആൻസർ തരികയാണ്, ഞാൻ ഫാത്തിമയെ വിളിക്കാം, ഞാൻ ഫാത്തിമയെ വിളിക്കാം അല്ലെങ്കിൽ വിളിക്കും. ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്യാൻ അല്ല യൂസ് ചെയ്യുന്നത്. എല്ലാത്തിനും നമ്മൾ ഓക്സിലറി സബ്ജക്റ്റ് മാറ്റി വരികയാണ്. പക്ഷേ ഐ വിൽ കോൾ ഫാത്തിമ, ഐ വിൽ കോൾ ഫാത്തിമ, ഞാൻ ഫാത്തിമയെ വിളിക്കാം. ഐ വിൽ കോൾ ഫാത്തിമ എന്ന്, അതായത് അവിടെ ഐ ക്യാൻ കോൾ ഫാത്തിമ എന്ന് പറഞ്ഞാലും തെറ്റില്ല. എനിക്ക് ഫാത്തിമയെ വിളിക്കാൻ കഴിയുമെന്ന് പറയാം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഫാത്തിമയെ വിളിക്കാം, ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ഫാത്തിമയെ വിളിക്കാം എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ കോൾ ഫാത്തിമ എന്ന് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, നമ്മളൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, നീ മെസ്സേജ് നോക്കിയോ? നീ മെസ്സേജ് നോക്കിയോ? ഇവിടെ നീ മെസ്സേജ് നോക്കിയോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? ഡിഡ് ആണല്ലേ. ഡിഡ് യു സീ ദ മെസ്സേജ്? ഡിഡ് യു സീ ദ മെസ്സേജ്? നീ മെസ്സേജ് നോക്കിയോ? സിമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാണ്, അവൾ മെസ്സേജ് കണ്ടില്ല. അവൾ മെസ്സേജ് കണ്ടില്ല. സബ്ജക്റ്റ് എന്താണ്? അവളാണ് അല്ലേ. അവൾ മെസ്സേജ് കണ്ടില്ല എന്നാണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ കണ്ടില്ല, പോയില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഡിഡിൻ സി, ഡിഡിൻ സി കണ്ടില്ല, ആരെ കാണാത്ത അവളാണ്. അപ്പം ഷീ ഡിഡിൻ സീ ദ മെസ്സേജ്, ഷീ ഡിഡിൻ സീ ദ മെസ്സേജ്, അവൾ മെസ്സേജ് കണ്ടില്ല. നെക്സ്റ്റ്, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അയച്ചു, അയച്ചില്ല, അയച്ചോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഈ ഉണ്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഐ ഹാവ് എന്നാണ് അല്ലേ. ഞാൻ ഐ ഹാവ് സെൻഡ് ദ മെസ്സേജ്, ഐ ഹാവ് സെൻഡ് ദ മെസ്സേജ്, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേറൊരു വേർഡ് യൂസ് ചെയ്യാം കേട്ടോ. മെസ്സേജ് അയക്കുക എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ മെസ്സേജ് അയച്ചു എന്ന് പറയുകയാണെങ്കിലോ ഐ ടെക്സ്റ്റഡ് എന്ന് പറയാം. ഇനി ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു എന്നെങ്ങനെ പറയാം? ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു. നിങ്ങൾ കമന്റ് അറിയിക്കുമോ? ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു. പാസ്റ്റ് ആണ്, ഞാൻ അയച്ചു, ഞാൻ മെസ്സേജ് അയച്ചു, ഐ ടെക്സ്റ്റഡ്. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നീ അവൾക്ക് മെസ്സേജ് അയച്ചോ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നീ അവൾക്ക് മെസ്സേജ് അയച്ചോ, ഇതും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നീ അവൾക്ക് മെസ്സേജ് അയച്ചോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, ഈ രണ്ട് സെൻറ്റൻസും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ഞാൻ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു. വ്യൂസ് കുറച്ച് കുറവാണെങ്കിലും കണ്ടവർ വളരെ സപ്പോർട്ടീവാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് സബ്സ്ക്രൈബറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. തന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.